കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ. ഈ ലോക ജീവിതത്തിൽ തളരാതെ നിൽക്കുവാൻ, ഈ ലോക ജീവിതത്തിൽ തളരാതെ നിൽക്കുവാൻ നിൻ കൃപ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. കാരുണ്യവാൻ കാരുണ്യവാൻ, കരുതലിൻ കരം നീട്ടി താങ്ങുന്നവൻ. കാരുണ്യവാൻ കാരുണ്യവാൻ, കരുതലിൻ കരം നീട്ടി താങ്ങുന്നവൻ. കാലിടറുമ്പോൾ കരം പിടിച്ചെന്നെ, കാലിടറുമ്പോൾ കരം പിടിച്ചെന്നെ ഉയർത്തുന്നവൻ നീയേ, ഉയർത്തുന്നവൻ നീയേ. കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കൃപമേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. John's Gospel, chapter 1, verse 16. And of his fullness have all we received, and grace for grace. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപമേൽ കൃപ. താഴ്മയുള്ളവനും ക്ഷമയുള്ളവനും സഹിക്കുന്നവനുമാണ് കൃപമേൽ കൃപ ലഭിക്കുക. നമ്മിൽ പലർക്കും കൃപയുണ്ട്, കൃപമേൽ കൃപ ഇല്ല. അതുകൊണ്ട് നാം പലരോടും ക്ഷമിക്കും. അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ക്ഷമിക്കാൻ കഴിയാത്തവരായും ഒരുപാട് പേരുണ്ട്. ക്ഷമിക്കാൻ കഴിയാത്തവർ ദൈവകൃപ ഒട്ടും പ്രാപിക്കാത്തവരാണ്. കൃപ ദൈവത്തിൽ നിന്ന് രുചിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ഒരു ദാനമാണ്. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കൃപ വേണം, കൃപമേൽ കൃപ വേണം. അത് നേടണമെങ്കിൽ താഴ്മ വേണം. താഴ്മയില്ലാത്തത് കൊണ്ടാണ് ലൂസിഫറിന്റെ നേതൃത്വത്തിലുള്ള മാലാഖവൃന്ദം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചു. ഗർവത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഉടയവൻ സാത്താൻ തന്നെ. അവൻ ഈ അഹം മനുഷ്യരിൽ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നു. അവന് ഈ ഭൂമിയിൽ അല്പസമയമേ ഉള്ളൂ എന്ന് ലൂസിഫറിനറിയാം, സാത്താൻ അറിയാം. ഭൂമിയിൽ സകലരിലും അഹങ്കാരവും ഗർവവും നിറച്ച് കലഹങ്ങളും ഭിന്നതകളും സാത്താൻ തൊടുത്തുവിടുന്നു. നാം അവന്റെ തന്ത്രങ്ങളെ അറിയാതെ പോകരുത്. എപ്പോഴാണോ അഹങ്കാരവും ഗർവും മനസ്സിൽ തലപൊക്കുന്നത്, അവിടെ സാത്താൻ ഉള്ളിൽ വസിക്കുന്നു എന്ന് വ്യക്തം. എവിടെയാണ് താഴ്മയുള്ളത്, അവിടെ ദൈവം വസിക്കുന്നു. കാരണം നമ്മുടെ യേശു താഴ്മ ധരിച്ചവനാണ്. സ്വർഗീയ പ്രതാപങ്ങൾ വെടിഞ്ഞതും ജീവൻ യാഗമാക്കിയതും താഴ്മ ധരിച്ചത് കൊണ്ടാണ്. അതിന് തെളിവ് ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കുരിശുമരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആൻഡ് ബീയിങ് ഫൗണ്ട് ഇൻ ഫാഷൻ ആസ് എ മാൻ, ഹി ഹംബിൾഡ് ഹിംസെൽഫ് ആൻഡ് ബിക്കെയിം ഒബീഡിയന്റ് unto death, even the death of the cross. മരണം വരെ താഴ്മ ധരിച്ചവനെ നാം മാതൃകയാക്കണം. നാശത്തിനു മുമ്പേ ഗർവം കടന്നുവരും. സദൃശവാക്യം
അതിന്റെ 16:18. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹോട്ടി സ്പിരിറ്റ് ബിഫോർ എ ഫോൾ. വീണ്ടും യാക്കോബിന്റെ ലേഖനം 4:6 പറയുകയാണ്, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4:6, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ബട്ട് ഹി ഗിവ് മോർ ഗ്രേസ്, therefore he is it. God resists the proud, but give grace unto the humble. അഹങ്കാരം അനേകം പേരെ വീഴ്ത്തിയത് നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. രാജാക്കന്മാരായിരുന്ന ഊസിയാവും നെബൂഖദ്നേസറും അദ്ദേഹത്തിന്റെ മകനായ ബെൽശസ്സറും ഫറവോനും വീണുപോയത് വചനത്തിലൂടെ നാം കാണുന്നു. നിഗളവും അഹങ്കാരം കൊണ്ടാണ് എന്ന് വളരെ വ്യക്തം. കർത്താവ് യേശു പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 11 വാക്യം, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 14:11. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. For whosoever exalt himself shall be abased, and he that humble himself shall be exalted. കർത്താവ് യേശുക്രിസ്തുവിനെ താഴ്മയുള്ളത് കൊണ്ടാണ് പാപികളോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിഞ്ഞത്. നമുക്കതിന് കഴിയുന്നില്ല എങ്കിൽ നാം കരുതണം, നമ്മിൽ എവിടെയോ അഹങ്കാരം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന്. ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ദൈവത്തിൽ നിന്ന് കൃപമേൽ കൃപ നാം പ്രാപിക്കണം. ആയതിന് നാം നമ്മുടെ സ്വയം എന്ന ഭാവവും ഗർവവും അഹങ്കാരവും വലിച്ചെറിഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം, താഴ്മയോടെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ലഭ്യമാകും കൃപമേൽ കൃപ. വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ ദൈവാത്മാവ് ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുന്നു, 1 Peter chapter 5:5 and 6. അതുകൊണ്ട് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. Likewise, you younger, submit yourself unto the elder. Yeah, all of you be subject to one another, and be clothed with humility. For God resists the proud and give grace to the humble. 6ാമത്തെ വാക്യം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. Humble yourselves therefore under the mighty hand of God, and he may exalt you in due time. Hallelujah. കൃപമേൽ കൃപ പ്രാപിക്കുവാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, എളിമപ്പെടാം, വിനയപ്പെടാം, താഴ്മയോടെ കർത്താവിൽ കരത്തിൻ കീഴിൽ താന്നിരുന്നുകൊണ്ട് ദൈവത്തിനായി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ പ്രാകാരങ്ങൾ പാർക്കുവാൻ അവിടുത്തെ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ അവിടുത്തെ ചെറിയ കീഴിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുമേൽ കൃപ അനുദിനം ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവേ, ഞങ്ങൾ തന്നെ അഹങ്കരിക്കാതെ, ഞങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേടിയതല്ലപ്പാ, എല്ലാം അവിടുത്തെ ദാനമാണ്. അവിടുന്ന് തരാതെ ഞങ്ങൾക്കൊന്നുമില്ലപ്പാ. സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹദാതാവിന്റെ പിറകെ മാത്രം പോകാനും അനുഗ്രഹത്തിന്റെ പുറകെ പോകാതെ അനുഗ്രഹത്തിന്റെ ഉറവിടമായ അങ്ങയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. സ്തോത്രം. കർത്താവേ, സ്പർദ്ധകൾ മാറി, കൂട്ടായ്മയിലുള്ള കലഹങ്ങൾ മാറി, പിണക്കങ്ങൾ മാറി, കൃപയ്ക്കുമേൽ കൃപ പകർന്ന് പരസ്പരം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രപ്പ. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഈ സമയത്ത് കർത്താവേ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ കർത്താവേ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ലക്ഷക്കണക്കിന് നിരപരാധികൾ കർത്താവേ ഈ സമയത്ത് കർത്താവേ ഈ ലോകത്തോട് വിടവാങ്ങി. മനുഷ്യന് പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്തത് കൊണ്ട് സാത്താൻ ഈ മേലധികാരികളുടെ ഹൃദയത്തിൽ പകരുന്ന തിന്മകൾ, പക, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, അതെല്ലാം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറി സമാധാന സന്ധിയിൽ കടന്നു വരുവാൻ ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ സ്തോത്രം കർത്താവേ. ആകാശമാർഗ്ഗെ യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. അവരുടെ യാത്രയെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ.
ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു കർത്താവെ. പൈലറ്റിനെയും കോ പൈലറ്റിനെയും അതിൻ്റെ ജോലിക്കാരെയും യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരമാർഗം യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ, അപകടങ്ങളുടെ കെണികളിൽ നിന്ന് മക്കളെ വിടിപ്പിക്കണമേ. സമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് ഹല്ലേലൂയ അവരെ നിയന്ത്രിക്കണമേ കർത്താവെ. വിശേഷാൽ കപ്പലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവെ, അവിടുന്ന് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനർത്ഥങ്ങളും അസ്വസ്ഥങ്ങളും നിന്റെ മക്കളെ വിടുവിക്കണം. ഒരിക്കൽ കൂടി കർത്താവെ, വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കേരളത്തെ അനുഗ്രഹിക്കണം, തമിഴ്നാടിനെ അനുഗ്രഹിക്കണം, കർണാടകത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ. സ്പർദ്ധ വിട്ടുമാറി, പകയും വെറുപ്പും വിദ്വേഷവും വിട്ടുമാറി, അനുദിനം വർദ്ധിച്ചു വരുന്ന കർത്താവെ, ചതിയും വഞ്ചനയും ദേശത്തുനിന്ന് മാറിപ്പോട്ടെ. മായം കലർത്തുന്ന പ്രവണത വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ. മനുഷ്യനെ കൊന്ന് മനുഷ്യൻ ലാഭമുണ്ടാക്കുന്ന പ്രവണത അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവെ. ഈ ശുദ്ധമായ ആഹാരം ഭക്ഷിക്കുവാൻ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ അഹങ്കരിക്കാതെ എളിമയുള്ളവരായി, സ്നേഹമുള്ളവരായി, വിനയമുള്ളവരായി, മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന തലമുറകളായി അവർ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ നിന്റെ ചിറകിൻ കീഴിൽ മറയ്ക്കണമേ. കൃപയ്ക്ക് മേൽ കൃപ അവരും വളർന്നു വരട്ടെ. അവർക്ക് ആവശ്യമായ കൃപ ഇരട്ടിയായി നിന്റെ മക്കൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട മക്കൾക്ക് അവിടുന്ന് കൊടുത്തിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ പോക്കുവരവുകളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണം. അപ്രകാരം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാണപ്രിയ എന്നാദിയെല്ലാം മാറ്റുന്നവൻ, പ്രാണപ്രിയ പ്രാണപ്രിയ എന്നാദിയെല്ലാം മാറ്റുന്നവൻ. നിന്നെ വിട്ടെങ്ങും ഞാൻ പോകുകയില്ല, നിന്നെ വിട്ടെങ്ങും ഞാൻ പോകുകയില്ല. എന്ന ഭയം നീ, എന്ന ഭയം നീ. കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ.